കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകളുണ്ടല്ലോ, കൽപ്പനകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷൻസാണ്. നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് പ്രവേശിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, പരിശുദ്ധാത്മാവെ വന്നിടണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മാവെ കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയും ചെയ്യും തന്ത്രപൂർവ്വം. ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം ഈ കൽപ്പനകളെ 2 ആയിട്ട് സംഗ്രഹിക്കാമെന്ന് പറയണില്ലേ ഈശോ. 22:37 അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യമാണ്. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി രസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 കൽപ്പനകളെ കർത്താവ് 2 ആയിട്ട് ചുരുക്കി. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഈ കൽപ്പനകളുടെ പ്രയോഗതലങ്ങൾ നോക്കി. പ്രയോഗതലങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ, പാപമോചനം യേശുക്രിസ്തു നാമ സ്നാനമേൽക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ദാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് വെച്ച്
അതിൻ്റെ പ്രയോഗ തലങ്ങളിൽ ആണ് ഈ ദാനങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതെന്തൊക്കെയാണത്? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തെങ്കിലും പ്രതിഫലം നൽകുമെന്നൊക്കെ ഈശോ പറയുന്നില്ലേ? മറ്റു മനുഷ്യരുമായിട്ട് ഈ കൽപ്പനകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അഭിഷേകമായി ലഭിക്കുന്നതിന് ഒരു ഡൈനാമിസം ഉണ്ട് അതിനകത്ത്, ഒരു മെക്കാനിസം ഉണ്ട്. അതിന് നിങ്ങൾ ഗലാത്യർ 5:22 വായിച്ചേ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ ഇതായത് നമ്മുടെ കൽപ്പനകളുടെ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുമ്പോൾ, നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മൾ സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെ ഉയർച്ചയിൽ എല്ലാം നമുക്ക് ആനന്ദമുണ്ട്. പിന്നെന്താ? സ്നേഹം, ആനന്ദം, പിന്നെന്താ? സമാധാനം, ക്ഷമ. നമ്മൾ തന്നെ ഇപ്പം ഒന്നുമില്ല, അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കസേര കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ കൈയിടും. അപ്പം നമ്മൾ ആരുടെ കസേരകൾ നെല്ലുകയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ തന്നെത്താൻ തൂത്തുകളി, അതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തും. എന്നുവെച്ചാൽ നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥം. പക്ഷേ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് അനകുറി അടിക്കും, അതാണ് വിഷയം. അപ്പം നമ്മളോട് തന്നെ നിന്നെ സ്നേഹിക്കണ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ അവരുടെ അപരാധങ്ങൾ സാരമില്ലെന്ന് പറയുന്നിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഇത് യുട്ടോപ്യനൊന്നുമല്ല, 10,000 ദൈവത്തിൻ്റെ മക്കൾ ജീവിച്ച ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾ പതുക്കെ അതിലേക്ക് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകളുടെ പാലനത്തിലും കേവലമായി എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയാൻ, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനാണ് നമ്മൾ കൽപ്പന പാലിക്കണതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം കൊണ്ട് നിറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുകയാണ്, അയാളോട് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഭാഗം അത്രയും ആ ഒരു മേഖല പരിശുദ്ധാത്മ നിറയുകയാണ്. അപ്പം ക്ഷമയിലൂടെ നമുക്ക് എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിറയാൻ. അതാണ് എൻ്റെ ഉത്തരം. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പോണതും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യണതും പരിശുദ്ധാത്മാവ് സഹായനായി വരുന്നതും പരിശുദ്ധാത്മാവ് വരാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയണതും ഇങ്ങനെ സംരക്ഷണം ആകപ്പാടെയുള്ള ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇതുപോലുള്ള പരിശുദ്ധാത്മാവ് വളരുമ്പോഴാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതിൽ വെച്ചിട്ടാണ് ഓരോ ഗേറ്റ് ഉള്ളത്. ചില സമയത്ത് അവർ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും 1 കിലോമീറ്റർ പോകണം.
അപ്പോൾ ഞങ്ങൾ ഒരു എയർപോർട്ടിലേക്ക് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ വേറെ കാര്യമൊന്നും അറിയില്ല, ആ ടൈം ഫിക്സഡാണ്. അപ്പോൾ ഒരു ഗേറ്റ് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ് താഴെയിരുന്ന് പറഞ്ഞ് ആ ഗേറ്റിൽ പോയി നിൽക്കുമ്പോൾ ആ ഗേറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ കയറാനുള്ള സമയം 15 മിനിറ്റ് ഉണ്ട്. അവർ അനൗൺസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വിട്ടു പോകും, ടിക്കറ്റ് എല്ലാം പോവും. അപ്പോൾ ഒരു ഗേറ്റിൽ പോയി ഞങ്ങൾ നിൽക്കുമ്പോഴാണ് പറയണത് ആ ഗേറ്റ് മാറിപ്പോയിന്ന്. ആ ഗേറ്റിലേക്ക് എത്തണമെങ്കിൽ 1 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ എത്താൻ പറ്റും, ഓടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചില്ല, മോന് നല്ല പനിയും, അവൻ ഇങ്ങനെ തളർന്ന് കിടക്കുക. അവിടെ കുറേ നേരമായിട്ട് ഞങ്ങൾ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുക, എയർപോർട്ട് കൗണ്ടറിൽ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക. അവസാന നിമിഷത്താണ് പറയണം ഈ ഗേറ്റില്ല, അത് ആ ഗേറ്റാണെന്ന്. തെറ്റിപ്പോയതാണെന്തോ. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഇവനെയും പൊക്കിയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും. എനിക്ക് ഓർമ്മ വന്നത് ഈശോനെ തൊട്ടപ്പോഴത്തേക്കും ആ രക്തക്ഷാപം സ്ത്രീക്ക് സൗഖ്യം കിട്ടിയതാണ് ഈശോനെ തൊട്ടപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈശോ എന്നുള്ളത് എന്താ ഉള്ളത്? ബൈബിളുണ്ട് പോക്കറ്റിൽ. എപ്പോഴും പോക്കറ്റിൽ ഒരു ബൈബിൾ ഉണ്ടാവും, ചെറുത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാ ഈ ബൈബിൾ ഏതെങ്കിലും ഒരു വചനത്തിലേക്ക് ഇങ്ങനെ വിരൽ തൊട്ട് വെച്ചിട്ട് എൻ്റെ മോനെ ഞാൻ തൊട്ട് അവൻ്റെ കൈയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഇതിലേക്ക്. അവൻ ഇങ്ങനെ കിടക്കുക, തലകറങ്ങി ഇങ്ങനെ കിടക്കുക, ടെമ്പറേച്ചർ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരേ വിശ്വാസമാണ്. ഞാൻ തൊട്ട് വിശ്വാസപ്രമാണം 3 വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോഴത്തേക്കും ഞാൻ കണ്ണും പൂട്ടി. നമ്മുടെ അവബോധം എന്തായിരിക്കണം? ഈശോ തന്നെ നിൽക്കുകയാണെന്നുള്ളൊരു ബോധം ഉണ്ടാകണം. വചനം ഈശോ തന്നെയാണ്. ആ വിശ്വാസം ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലും കഥ വായിക്കുന്ന പോലെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇത് 3 വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പനി മാറി അവൻ സ്റ്റഡിയായി എണിച്ച് നിന്ന് എന്തെന്ന് അവനെയും പൊക്കി നടക്കാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ പോയി, ഫ്ലൈറ്റും കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ വചനത്തോട് നിങ്ങൾ വിശ്വാസം കാണിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ദാഹം ഉണ്ടാകണം വചനത്തോട്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വചനം വായിക്കണം, ഈശോടത്ത് സംസാരിക്കണം. അത് വചനം സംസാരിക്കുമ്പോഴാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയുക, വൺ സൈഡാണ് പറച്ചൽ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ദൈവം ഇങ്ങോട്ട് പറയും, അത് കേൾക്കില്ല. അത് കേൾക്കേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈബിള് തുറന്നു നോക്കുക, അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന. നമ്മളെല്ലാവരും തപ്പും ഈ നല്ലൊരു വചനം കിട്ടണേ, അതിനു വേണ്ടി. ആദ്യത്തെ കിട്ടുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സഹനത്തിൻ്റെ മെസ്സേജ് ആണെങ്കിൽ അത് പൂട്ടി വെച്ചിട്ട് 2ാമത് നോക്കും. അങ്ങനെ ഇല്ല. എന്നിട്ട് 3ാമത് നോക്കും, 4ാമത് നോക്കും. അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് മെസ്സേജ് കിട്ടിയാലും അത് 5-6 പ്രാവശ്യം വായിച്ചു നോക്കുക. അതിലൊരു അർത്ഥം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കിട്ടുന്ന പല സമയത്തും എനിക്ക് ഏത് കാര്യം നടന്നാലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വചനം, ബൈബിൾ തുറന്ന് വചനം എടുക്കണം. ഇനിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് വന്നു. എൻ്റെ ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. അത് കാര്യം അത് വിസ്തരിച്ചിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും 90 ലക്ഷം രൂപ കെട്ടാൻ പറഞ്ഞ് എനിക്കൊരു നോട്ടീസ് വന്നു. ഞാൻ ഓഡിറ്ററിനെ വിളിച്ച് ഈ നോട്ടീസ് അയാൾക്ക് അയച്ചു കൊടുത്ത് സ്കാൻ ചെയ്ത് അയച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് അടയ്ക്കൊന്നും വേണ്ട, അത് അപ്പീൽ പോകാം നമുക്ക് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓഡിറ്ററോടല്ലേ ചോദിച്ചത്, ദൈവത്തോടും ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഒരു കൊന്ത ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടിപ്പേ നിന്ന് ബൈബിള് തുറന്ന് കണ്ണും പൂട്ടി തൊട്ടു നോക്കി. ദൈവം സംസാരിക്കണമല്ലോ.
അത് റോമ 13:6 അങ്ങനത്തെ ഒരു വചനമുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുക. കുറേ ബൈബിൾ വായിച്ചിട്ടുണ്ട്. നീ നികുതി അടയ്ക്കുക എന്ന് വെച്ചാൽ ഈ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ മെസ്സേജ്. അധികാരികളും ദൈവത്തിൻ്റെ ജോലിക്കാരാണെന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പീലൊന്നും പോകണ്ട, അവരായിട്ട് തർക്കിക്കാൻ പോകണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ദിവസം ഇൻകം ടാക്സിൽ പോയി. നമുക്കൊരു ചാൻസ് കിട്ടി, അത് വേസ്റ്റ് ആക്കരുത്. ഈ ബൈബിളും കൊണ്ടുപോയി അവളോട് പറഞ്ഞ് ഞാൻ എന്തായാലും ടാക്സ് അടയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ അപ്പീൽ പോകാം. പക്ഷേ എൻ്റെ ഈശോ പറഞ്ഞ് പൈസ കെട്ടാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അയാൾ ഹൈന്ദവനാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയത് നികുതി അടയ്ക്കാൻ പറഞ്ഞിരിക്കുക. അയാൾക്ക് എന്ത് മനസ്സിലായി എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു വചനം പറയാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് പറഞ്ഞ് ആ പൈസയും കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഇത് 2005 ഹല്ലേലൂയ. 2008-09 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇൻകം ടാക്സ് അച്ഛൻ പറഞ്ഞ പോലെ റെയ്ഡ് ഉണ്ടായിരുന്നു. ചെറിയ ബിസിനസ്സില്ല, വലിയ ബിസിനസ്സാണ്. മാതാവ് തന്നതാണ്. 10 രൂപയ്ക്ക് 10 രൂപ പോക്കറ്റിലുണ്ടായില്ല. 10 രൂപയില്ല, 1 രൂപ. അന്നത്തെ കാലത്ത് 1 രൂപ പോക്കറ്റില്ലാതെ കാലം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല. അതിലിരുന്ന ദൈവം മാറ്റിയത്, അമ്മ മാതാവ് മാറ്റി തന്നതാണ്. എനിക്ക് മാത്രമല്ല, എനിക്കിങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതെക്കാളും കൂടുതൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കൈ പിടിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 90 ലക്ഷം രൂപ ഞാൻ അന്ന് കെട്ടിച്ചത് ദൈവം തന്നെയാണ്. അത് കെട്ടാൻ പറഞ്ഞത്, അതനുസരിച്ച് അത് കെട്ടി. എനിക്ക് ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി 2008-09. അന്ന് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ അന്ന് ഈ 90 ലക്ഷം കെട്ടിയതിൽ കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അത് കെട്ടായിരുന്നു വെച്ചെങ്കിൽ വലിയ കേസാവുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ പ്രശ്നം തന്നെ അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല, അത് കുറേ പറയാനുണ്ട്. അപ്പോൾ അന്ന് എന്നെ ഗൈഡ് ചെയ്തത്, എനിക്ക് പ്രകാശമായിട്ട് നിന്നത് ദൈവവചനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും ദൈവം ഒരു മെനോക്കാർഡാക്കി, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ വചനമായിട്ട് വെച്ചിട്ടുണ്ട്, നീ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് വചനം നമുക്ക് പ്രയോജനപ്പെടാറില്ല പലവരിക്കും. ഞാനിപ്പോൾ പറഞ്ഞാലും ചിലവരിക്കൊക്കെ അത് പ്രയോജനപ്പെടില്ല. അതിൻ്റെ കാരണം എന്താ? ഹെബ്രിയ 4:2 വചനം പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം അവരതിൽ വിശ്വസിച്ചില്ല, വചനത്തിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെല്ലാവരും എന്ത് വചനം കിട്ടിയാലും അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹനത്തിൻ്റെ വചനം, ഈശോ സഹിക്കുന്ന വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ സന്തോഷിക്കാൻ വേണ്ടത്. ഈശോ കുരിശിൽ തൂങ്ങുന്ന വചനം കിട്ടിയ ചിലവരൊക്കെ ആ പേജ് മാറ്റി വയ്ക്കും അങ്ങോട്ട്, പിന്നെ ബൈബിൾ തുറക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിത്യജീവന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് നിത്യജീവന് വേണ്ടി ദൈവം മരിച്ചത്, അതാണ് സുവിശേഷം. നമുക്ക് മരണമില്ല. ഹല്ലേലൂയ. നിത്യജീവൻ അന്വേഷിക്കുമ്പോഴത്തേക്കും, നിത്യജീവന് വേണ്ടി നീ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം നിനക്ക് തനിയെ കിട്ടും. മത്തായി 6:33. അപ്പം അങ്ങനത്തെ ആ വചനത്തെ നീ വിശ്വസിച്ച് സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹത്തിൻ്റെ വചനം നിനക്ക് കിട്ടണ്ട, അനുഗ്രഹം നിനക്ക് കിട്ടിക്കോളും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം നിനക്ക് തനിയെ അതിൻ്റെ കൂടെ ചേർത്ത് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ സ്നേഹിക്കണം. അത് നമുക്ക് പ്രയോജനപ്പെടാത്ത കാര്യം, വചനത്തിൽ അവർ വിശ്വസിച്ചില്ല. ഹെബ്രിയ 4:2. അപ്പോൾ പലവരും നമ്മൾ ബൈബിൾ വായിക്കും. ദിവസവും ബൈബിൾ വായിക്കുന്ന കുടുംബത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. വീട്ടിലൊരു പ്രശ്നം വന്നാൽ, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഒക്കെ പേടി വരും. പല കുടുംബവും ഇത് എന്നോട് കൗൺസിലിങ്ങിനെ വിളിക്കും. പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. തുടങ്ങുന്ന അറിയില്ല, പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ അവസാനിക്കുമെന്ന് അറിയില്ല.
ഒന്നും ചെയ്യരുത്. ഒരു പ്രശ്നം വന്നാൽ, പിശാച് ഒരു പ്രശ്നത്തെ കൊണ്ടുവന്നാൽ ആദ്യം പോയി ബൈബിൾ എടുക്കുക. എന്നിട്ട് നിങ്ങളെ ചീത്ത വിളിച്ചാൽ, ഭർത്താവാണ് വിളിച്ചത്, അല്ല ഭാര്യയാണോ വിളിച്ചത്, ഒരു